സമാന്തര ശ്രേണിയിലെ 10-ാം പദം 46-ഉം 16-ാം പദം 88-ഉമായ പൊതുവ്യത്യാസം എത്ര? നമുക്കറിയാം, നമ്മൾ ആകെ ഒരു ഇക്വേഷൻ എല്ലാ കാര്യത്തിലും പഠിച്ചു വെക്കുന്നത് എന്താണ്? എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ. എന്തിന് ഇക്വേഷൻ ആണിത്? nth ടേം കാണുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷൻ. നമുക്ക് 10-ാം പദത്തിന് എങ്ങനെ എഴുതാം? എ പ്ലസ് 9d ഇസിക്കൽ ടു 46. അപ്പോൾ 10-ാം പദമായി. ഇനി 16-ാം പദം കാണാൻ വേണ്ടി എ പ്ലസ് 15d എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 88 എന്ന് കിട്ടും. നമുക്ക് രണ്ട് കേസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടും. ഇവിടെ കോമൺ ആയിട്ട് 2 a ഉണ്ട്. അപ്പോൾ ഈ എ ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഇവ തമ്മിൽ കുറച്ചാൽ മതി. ഞാൻ ഇവിടെ ഇത് രണ്ടും തമ്മിൽ കുറച്ചു. ഇതേപോലെ തന്നെ എ പോയി കഴിഞ്ഞാൽ 0 കിട്ടും. ഇവിടെ 9-ന്ന് 15 പോയി കഴിഞ്ഞാൽ -6d. ഇനി ഇങ്ങനെ മൈനസ് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് വലിയ ടൈമും മുകളിലും ചെറിയ ടൈമും താഴത്ത് എഴുതിയാൽ മതി. അതേപോലെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 42 എന്താ -42 ആയിരിക്കും. കാരണം ഇവിടെ ചെറിയ സംഖ്യ എന്നാണ് വലിയ സംഖ്യ കൊടുക്കുന്നത്. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. അത് ക്യാൻസൽ ആയി പോവും. ഓക്കെ, ഇനി d ഈക്വൽ ടു -42 ഡിവൈഡ് ബൈ -6 ആണ്. മൈനസിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് പോസിറ്റീവ് സംഖ്യയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് d ഈക്വൽ ടു 7 കിട്ടും. ഇപ്പം നമുക്ക് പൊതുവ്യത്യാസം ലഭിച്ചു, 7 ആണ്. ഇതിൻ്റെ ട്രിക്കുകളൊക്കെ ഉണ്ട്, അതൊന്ന് പഠിച്ചു വെക്കേണ്ട. അതൊക്കെ മറന്നു പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ കൺവെൻഷനായി തന്നെ പഠിച്ചു വെച്ചാൽ മതി. ചെറിയ സ്റ്റെപ്പേ ഉള്ളൂ. ഒരു സമാന്തര ശ്രേണിയിലെ 7-ാം പദം 61-ഉം 11-ാം പദം 105-ഉമായ പൊതുവ്യത്യാസം എത്ര? ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഓക്കെ, അതുപോലെ 7-ാമത്തെ പദമാണെങ്കിൽ എ പ്ലസ് 6d ഇക്വൽ ടു 61. 11-ാം പദം കാണാൻ എ പ്ലസ് 10d ഇക്വൽ ടു 105. നിങ്ങൾക്ക് വേണം ഇതിനെ വലിയ സംഖ്യ മുകളിലോട്ട് എഴുതാം. എ പ്ലസ് 10d ഇക്വൽ ടു 105 എന്നും എ പ്ലസ് 6d ഇക്വൽ ടു 61 എന്നും എഴുതാം. രണ്ട് ഇക്വേഷൻ കിട്ടിയതാക്കാം. നമുക്ക് ഒരു ലെറ്റർ കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ എ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കോമൺ ആയ എ കോമൺ ആണ്, സെയിം വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്ത എ എന്ന ടേം 0 ആയിരിക്കും. അപ്പോൾ എ നായി പോയി കഴിഞ്ഞാൽ 0 പ്ലസ് 10-ന്ന് 6 പോയി കഴിഞ്ഞാൽ 4d ഇക്വൽ ടു 4. 10-ന്ന് 6 പോയാൽ 4. നമുക്ക് 4d ഇക്വൽ ടു 44. d ഇക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 4 ഇക്വൽ ടു 11. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം 11 എന്ന് ലഭിച്ചു. 75-ാം പദം 75-ഉം 75-ാം പദം 25-ഉമായാൽ 1-ാം പദം എത്ര? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ പൊസിഷൻ നമുക്ക് 25-ാം പദം 75-ഉം 25-ാം പദം 25-ഉം സെയിം നമ്പേഴ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സും തമ്മിൽ ജസ്റ്റ് ഒന്ന് കൂട്ടുക. നമുക്ക് 25 പ്ലസ് 75 രണ്ടും കൂട്ടിയതിന് ശേഷം നമുക്ക് എത്രാമത്തെ പദമാണോ കാണേണ്ടത് ആ പദം കുറയ്ക്കുക. നമുക്ക് 1-ാമത്തെ പദമാണ് കാണേണ്ടത്. നമുക്ക് -1 കുറയ്ക്കുക. അപ്പം നമുക്ക് ആൻസർ 25 കൂട്ടിയ 100 -1 കിട്ടി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് 21-ാമത്തെ പദം കാണാനാണ് പറയുന്നത്. 21-ാം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ 25 75-ഉം തമ്മിൽ എന്നിട്ട് അതിൽ നിന്ന് 21 കുറയ്ക്കണം. 100 കുറയ്ക്കണം 21. ആൻസർ 71. ഇനി ഇതേപോലെ തന്നെ നമുക്ക്
നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മളോട് പറയുന്നത് ഒരു എ പിയിലെ എന്ന് പറഞ്ഞ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഒരു എ പിയിലെ 60ാം പദം 160, 60ാം പദം 160, അതേപോലെ തിരിച്ച് 160ാം പദം 60 എങ്കിൽ ഇതിലെ 13ാമത്തെ പദം എത്ര എന്നാണ് ചോദിച്ചത്. നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു, രണ്ടിന് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചു തന്നതാണ്. അപ്പൊ രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. 160 കൂട്ടണം 60, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് 13ാമത്തെ അതാണ് കാണുന്നത്. 13 160ഉം കൂട്ടിക്കഴിഞ്ഞാൽ 220 കുറയ്ക്കണം 13, 3ആണ് നമ്മൾ ആൻസർ. ഒരു സമാന്തര ശ്രേണിയിലെ 6ാം പദം 40ഉം 13ാം പദം 61ഉം ആയാൽ 31ാമത്തെ പദം എത്ര? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു ഡൈവേർഷനാണ്. അപ്പോൾ നമ്മൾ 6ാം പദം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി a+5d = 40 എന്നും 13ാം പദം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി a+12d = 61 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ 2 ലെറ്റർ ഉണ്ട്, a ഉണ്ട് d ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്തു, നമ്മൾ മൈനസ് ചെയ്തു. a പോയാൽ 0, ഇവിടെ -7d, ഇവിടെ 21. അപ്പോൾ -8d = -21. അപ്പോൾ d = -21 / -7. നിങ്ങൾക്ക് വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ അടിയിൽ എഴുതി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും മൈനസ്, അടിയിലും മുകളിലും മൈനസ് ആയതുകൊണ്ട് ആൻസർ 3. നമുക്ക് പൊതു വ്യത്യാസം 3 എന്ന് കിട്ടി. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് 31ാമത്തെ പദം എത്രയാണ്? 31ാമത്തെ പദം n31. 31ാമത്തെ പദം കാണെങ്കിൽ നമുക്ക് a+n-1 × d ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ d കിട്ടിയിട്ടുണ്ട്, n കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് a ഇല്ല. a കണ്ടുപിടിക്കണം. അപ്പോൾ a കണ്ടുപിടിക്കുന്നതിന് നമുക്കിവിടെ നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്ത ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ ഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുത്തു, a+5d = 40. ഇതിലെ ഡിൻ്റെ വില ഇവിടെ കൊടുക്കാൻ പോവാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ a+5 × 3, ഡിക്ക് പകരം 3 = 40. അപ്പോൾ a+15 = 40. a = 40 - 15. നമുക്ക് ആൻസർ a = 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യ പദവും കിട്ടി. ഇത് നമുക്കിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 25 പ്ലസ് n എന്ന് പറഞ്ഞാൽ 31ആണ്. അപ്പോൾ n-1 30, 30 × d നമുക്കറിയാം 3. അപ്പോൾ 25 കൂട്ടണം 90, 25ഉം 90ഉം കൂട്ടിക്കഴിഞ്ഞാൽ 115.